സ്വാഗതം ടോപ് 10ലേക്ക്. ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമാകുകയാണ്. ടെഹ്റാൻ ലക്ഷ്യമിട്ട് ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ. സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കാൻ തങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതിനാൽ ഒഴിഞ്ഞു പോകണമെന്നാണ് ഇസ്രായേലിന്റെ നിർദ്ദേശം. നാളെ യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കം നേരിടേണ്ടി വന്നേക്കാവുന്ന ഭീഷണിയെ തങ്ങൾ ഇന്ന് തന്നെ നേരിടുകയാണ് എന്നാണ് ന്യായീകരണം. പകരത്തിന് പകരവുമായി ഇറാനും കളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ന്യായീകരണം എന്തു തന്നെയായാലും ആക്രമണങ്ങളിൽ പൊലിയുന്നത് നിരവധി ജീവനുകളാണ്. വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. ആക്രമണം കടുപ്പിച്ച ഇറാനും ഇസ്രായേലും. ടെല്ലവീവിലും ടെഹ്റാനിലും മിസൈൽ വർഷം. തത്സമയ സംപ്രേഷണത്തിനിടെ ഇറാൻ ടിവിയും ആക്രമിച്ചു. നിരവധി മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്ന് റിപ്പോർട്ട്. ടെഹ്റാനിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകണമെന്ന ബെന്യാമിൻ നെതന്യാഹു. ടെല്ലവീവിൽ നിന്ന് ജനങ്ങൾ പിന്മാറണമെന്ന ഇറാൻ. ടെഹ്റാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നു. പശ്ചിമേഷ്യയിലെ മലയാളികൾ സുരക്ഷിതരെന്ന് നോർക്ക. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. 2 മരണം. കൊട്ടിയൂരിൽ 2 തീർത്ഥാടകർ ഒഴുക്കിപ്പെട്ടു. മലയോര മേഖലകളിൽ കനത്ത മഴ. കോഴിക്കോട് മിന്നൽ ചുഴലി. കടലാക്രമണവും രൂക്ഷം. 5 വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട്. ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന കാസർഗോഡ് തെക്കിലിൽ മണ്ണിടിച്ച്. ആറന്മുളയിൽ ഇലക്ട്രോണിക്സ് വ്യവസായ പദ്ധതിക്കുള്ള KGS ഗ്രൂപ്പിന്റെ നീക്കത്തിനെതിരെ കൃഷിമന്ത്രി P. പ്രസാദ്. വ്യവസായ വകുപ്പിനെ എതിർപ്പറിയിക്കും. നെൽവയൽ നികത്തിയുള്ള പദ്ധതിക്ക് കൂട്ടുനിൽക്കില്ല എന്ന് മന്ത്രി. പാടം നികത്തി പദ്ധതി വേണ്ട എന്ന് CPM ജില്ലാ സെക്രട്ടറി. സർക്കാർ നിലപാട് പറയട്ടെ എന്ന് രാജു എബ്രഹാം. നിലമ്പൂരിൽ നാളെ കൊട്ടിക്കലാശം. ജമാഅത്തെ പിന്തുണയെ ചൊല്ലി നേതാക്കളുടെ വാക്പോര് തുടരുന്നു. VD സതീശനെ തള്ളി രമേശ് ചെന്നിത്തല. ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനില്ല എന്നും പിന്തുണ നൽകിയാൽ സ്വീകരിക്കുമെന്നും ചെന്നിത്തല. ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന MV ഗോവിന്ദൻ. ജമാഅത്തെ ഇസ്ലാമിയെ പിരിച്ചുവിടണമെന്ന കാന്തപുരം വിഭാഗം. കൊല്ലത്ത് സർക്കാർ ചെലവിൽ 3 കോടി രൂപ മുടക്കി പണിയുന്ന പുനർജനി പാർക്കിന്റെ നിർമ്മാണം എങ്ങും എത്തിയില്ല. മഹാകവിയുടെ പേരിലുള്ള പാർക്ക് ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രം. നാശത്തിന് കാരണം അധികൃതരുടെ പിടിപ്പുകേടെന്ന ആക്ഷേപം. ടോപ് 10 സ്പെഷ്യൽ. രാജ്യത്ത് സെൻസസിന് വിജ്ഞാപനമിറക്കി കേന്ദ്ര സർക്കാർ. ജാതി സെൻസസും നടത്തും. സെൻസസ് നടത്തുക 2 ഘട്ടങ്ങളിലായി. കണക്കെടുപ്പ് നടപടികൾ അടുത്ത ഏപ്രിലിൽ ആരംഭിക്കും. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച 99 പേരെ തിരിച്ചറിഞ്ഞു. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുന്ന രമേശ് ബിശ്വാസിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. ഹോങ്കോങ്ങിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനത്തിന് തകരാർ. വിമാനം തിരിച്ചിറക്കി. ഫിഫ ലോകകപ്പ് ക്ലബ് ഫുട്ബോളിൽ ചെൽസി ഇന്നിറങ്ങും. ലോസ് ഏഞ്ചൽസ് FCക്കെതിരായ മത്സരം രാത്രി 12:30. ചെൽസി ഇറങ്ങുന്നത് UEFA കോൺഫറൻസ് ലീഗ് കിരീടം നേടിയതിന്റെ ആത്മവിശ്വാസത്തിൽ. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കുറയുന്നു. 24 മണിക്കൂറിനിടെ 11 മരണം. കേരളത്തിൽ 7 മരണം. ഇന്ന് 7264 പേർക്ക് രോഗം. സ്റ്റോറി ഓഫ് ദി ഡേ. വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകത്ത്. ആക്രമണം കടുപ്പിച്ച ഇറാനും ഇസ്രായേലും. ഇറാനിലെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിന് നേരെ ഇസ്രായേൽ ആക്രമണം. തത്സമയ വാർത്താ അവതാരണത്തിനിടെയാണ് ആക്രമണമുണ്ടായത്. നിരവധി മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ടെഹ്റാനിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകണമെന്ന് ബെന്യാമിൻ നെതന്യാഹു നിർദ്ദേശം നൽകി. ടെല്ലവീവിൽ നിന്ന് ജനങ്ങൾ പിന്മാറണമെന്ന് ഇറാനും ആവശ്യപ്പെട്ടു. یونس شادلو سردبیر گروه دفاعی خبرگزاری صدا و سیما در این چند سال در تمام عملیات‌های وعده صادق جلوه اقتدار ایران و شکست هیمنه رژیم صهیونیستی رو به تصویر کشیدیم. اینجا سازمان صدا و سیما است، مرکز فرماندهی جنگ رسانه ایران.
കൂടുതൽ വിവരങ്ങളുമായി അഖില ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. അഖില, സൂചിപ്പിച്ചതുപോലെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാനും ഇസ്രായേലും. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഇറാന്റെ ദേശീയ ടെലിവിഷനായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ് അതിനു നേരെയാണ് ഇസ്രായേലിന്റെ ബോംബാക്രമണം ഉണ്ടായത്. ആ ദൃശ്യത്തിൽ കണ്ടതുപോലെ മാധ്യമപ്രവർത്തക വാർത്ത അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോംബ് വീഴുന്നു. ഒപ്പം വളരെ പെട്ടെന്ന് ആ സ്ത്രീ എഴുന്നേറ്റ് മാറുന്ന നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പക്ഷേ അതിനുശേഷം അവർ തിരിച്ചെത്തി ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത് കണ്ടു. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പിന്നിൽ ഈ സീറ്റിൽ നിന്ന് അവർ ഇറങ്ങിപ്പോകുന്നത്. ഒപ്പം ഈ പൊടിപടലങ്ങളൊക്കെ നിറയുന്നത്, എന്തൊക്കെയോ പേപ്പറൊക്കെ ഇങ്ങനെ കത്തി വീഴുന്നത് ഒക്കെ നമുക്ക് കാണാം. ഒപ്പം തന്നെ അടുത്തൊരു ദൃശ്യത്തിൽ ആ ബിൽഡിംഗ് തന്നെ കത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ശക്തമായ ആക്രമണം ഇറാന് നേരെ നടക്കുന്നു എന്നതിൻ്റെ തെളിവാണിത്. ഒപ്പം തന്നെ ടെഹ്റാനിലെ സൈനിക കേന്ദ്രത്തിലടക്കം ആക്രമണം നടത്തിയെന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ഇതിന് പിന്നാലെ ഇസ്രായേലിന്റെ ദേശീയ മാധ്യമങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ ഇറാൻ പദ്ധതി ഇടുന്നുണ്ട് എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ടെൽ-അവീവ് വിട്ടുപോകാൻ ഇസ്രായേലിലെ ജനങ്ങളോട് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഗൾഫ് രാജ്യങ്ങളോട് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇടപെടാനൊരു ആവശ്യം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. വലിയ സ്ഫോടന ശബ്ദം പലയിടങ്ങളിലും കേൾക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത്. വളരെ ആശങ്കയോടെ ജനങ്ങൾ നോക്കിക്കാണുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പശ്ചിമേഷ്യ ഇങ്ങനെ അശാന്തമായി തുടരുന്നത് ഗൾഫ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ അടക്കം എല്ലാവരും ഉറ്റുനോക്കുന്നതാണ്. ഏത് തരത്തിലാണ് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുക എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ പലയിടത്തും നടക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ആക്രമണം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് ഇറാനും ഇസ്രയേലും പരസ്പരം പോരടിക്കുന്നത്. ഈ തലസ്ഥാനമായ ടെഹ്റാനിൽ കഴിഞ്ഞ ദിവസം തന്നെ വലിയ ആക്രമണങ്ങൾ പല ഇടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ആക്രമണം ഉണ്ടാകുന്നത്. നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകളോട് ഒഴിഞ്ഞു പോകണമെന്ന് ബെന്യാമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ആവശ്യപ്പെടാനുണ്ടായ ഒരു സാഹചര്യം തന്നെ ടെഹ്റാനിലെ വ്യോമപരിധി മുഴുവൻ തങ്ങളുടെ കൈപ്പിടിയിലാണ് എന്നുള്ള ഒരു ഇസ്രായേൽ പ്രതിരോധ സേന അത്തരത്തിലൊരു അവകാശവാദം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ബെന്യാമിൻ നെതന്യാഹു അത്തരത്തിൽ ആളുകളോട് മാറണം, ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാന്റെ ഈ ആക്രമണത്തിനും ഒപ്പം ഈ പ്രത്യാക്രമണത്തിനുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള മറുപടി നൽകണമെന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ തീരുമാനിച്ചിരുന്നതാണ്. ആ ഒരു തീരുമാനമാണ് ഇപ്പോൾ നടപ്പാക്കിയത്. ഒപ്പം തന്നെ തിരിച്ചടിക്കാനുള്ള ഒരു നീക്കം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇസ്രായേലിന്റെ ദേശീയ മാധ്യമങ്ങൾ അടക്കം ആക്രമിക്കാനുള്ള നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ വലിയ ഡ്രോൺ ആക്രമണങ്ങൾ നടക്കുന്നു. നിരവധി ഡ്രോണുകൾ വരുന്നു, പലതും പരസ്പരം പ്രതിരോധിക്കുന്നു, ചിലതൊക്കെ വീഴുന്നു. 200-ലധികം ആളുകൾ ഈ ഇറാനിൽ ഇതുമായി ബന്ധപ്പെട്ട്, ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ വരുന്നു. അതിൽ 70 സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ള ഏറ്റവും വേദനിപ്പിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരികയാണ്. അതേസമയം ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഏകദേശം 20ഓളം ആളുകൾ ഇസ്രായേലിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചും വലിയ ആശങ്കയോടെ ഈ സമയത്തെ നോക്കിക്കാണുകയാണ്. കാരണം ഇരു രാജ്യങ്ങളിലും നമ്മുടെ ആളുകൾ ധാരാളം ഉള്ളതാണ്. അവർക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കാനുള്ള നീക്കങ്ങളാണ് ഇന്ത്യൻ എംബസിയുടെ അടക്കം ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഈ ആക്രമണം നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരടക്കം നിരവധി പേർ ഇപ്പോൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇനി ആരൊക്കെയാണ് ഈ കൊല്ലപ്പെട്ടവർ എന്ന കണക്കിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ എങ്കിൽ കൂടി നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ കരുതലോടെ ഈ ഘട്ടത്തെ നമ്മൾ നോക്കിക്കാണുകയാണ്. പ്രത്യേകിച്ചും G7 ഉച്ചകോടിയിലടക്കം ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം വലിയ ചർച്ചയായി വരുന്ന ഒരു ഘട്ടത്തിൽ ഏതൊക്കെ തരത്തിലുള്ള നിലപാടുകളാണ് ലോകരാജ്യങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇരു ചേരികളിലായി ലോകരാജ്യങ്ങൾ അണിനിരക്കുന്ന ഒരു കാഴ്ചയായിരിക്കും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങൾ വലിയ ആശങ്കയോടെ ഈ സമയത്തെ നോക്കിക്കാണുകയാണ്. ഒപ്പം തന്നെ മറ്റ് ലോകരാജ്യങ്ങളും ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തെ വിലയിരുത്തുന്നുണ്ട്. എണ്ണയടക്കമുള്ള അവശ്യ ഇനങ്ങളിലൊക്കെ വില കൂടാനുള്ള ഒരു സാഹചര്യം സ്വാഭാവികമായും ഈ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായും പശ്ചിമേഷ്യ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്നുള്ളൊരു സംശയമാണ് നിലവിൽ ഉയർന്നു വരുന്നത്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ആശങ്ക വളരെ കൂടുതലാണ്. ലോകരാജ്യങ്ങൾ ഏത് നിലപാടാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ G7 അടക്കം എടുക്കുക എന്നുള്ള കാര്യത്തിലാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഒരു മാധ്യമ സ്ഥാപനത്തെയൊക്കെ ആക്രമിക്കുക എന്നുള്ളത് ഏറ്റവും ദയനീയമായ ഒരു സംഭവം തന്നെയാണ്. ആ സംഭവത്തിൽ നിരവധി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. തിരിച്ചും ആക്രമണം ഉണ്ടാകുന്നുണ്ട്. മരണം വലിയ തോതിൽ ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാനും അതുപോലെ തന്നെ ഇസ്രായേലും. എന്തായാലും സൂചിപ്പിച്ചതുപോലെ ഇന്ത്യക്കാർ ആശങ്കയിലാണെങ്കിൽ കൂടി
അവിടെ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകളും ഈ ഒരു അവസരത്തിൽ പുറത്തുവരികയാണ്. ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കാർ സുരക്ഷിത മേഖലകളിലേക്ക് മാറണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ഏതുതരം വിസയെന്ന് പരിഗണിക്കാതെ നിർദ്ദേശം പാലിക്കണമെന്ന് മന്ത്രാലയം അറിയിക്കുന്നു. അതേസമയം ഇറാനിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ടെഹ്റാൻ തുടച്ചു നീക്കുമെന്ന ഇസ്രായേൽ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ അടിയന്തര നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ടെഹ്റാനിൽ ജീവിക്കുന്നവർ വില കൊടുക്കേണ്ടി വരുമെന്നായിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ ഭീഷണി. കഴിവതും വേഗം സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. വിദേശികൾ ഇന്ത്യക്കാരെ അനുഗമിക്കരുത് എന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ബന്ധുത്വം ഇപ്പോൾ പരിഗണിക്കില്ല. സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുക എന്നതാണ് അടിയന്തരമായി ചെയ്യാൻ കഴിയുന്നത്. അതിർത്തികൾ തുറന്നിരിക്കുകയാണെന്ന് ഇറാൻ അറിയിച്ചതിനാൽ ഒഴിപ്പിക്കൽ നടപടികൾക്ക് തടസ്സമില്ല. ഇതിനിടെ ഇസ്രായേലിലെ എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണ് എന്ന് ടെൽ അവീവിലെ എംബസി അധികൃതർ അറിയിച്ചു. വിദ്യാർത്ഥികളടക്കം എല്ലാ മേഖലയിലെയും ഇന്ത്യൻ പൗരന്മാരുമായി എംബസി ബന്ധപ്പെടുന്നുണ്ട്. അധികൃതരുടെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും എംബസി നിർദ്ദേശിച്ചു. ടെഹ്റാനിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളെയാകും ആദ്യം ഒഴിപ്പിക്കുക. ഇറാനിൽ 1500-ലേറെ ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് അനിശ്ചിതത്വത്തിൽ കഴിയുന്നത്. വിദ്യാർത്ഥികളെ എംബസി തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സഹായത്തിനായി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും എംബസി അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിലും ഇസ്രായേലിലുമുള്ള മലയാളികളുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും എംബസി നിർദ്ദേശം കൃത്യമായി പാലിക്കണമെന്നും നോർക്ക അധികൃതർ. ടെഹ്റാനിൽ കുടുങ്ങിയ മലയാളികളായ ഒരു ബിസിനസ് ഗ്രൂപ്പ് ബന്ധപ്പെട്ടിരുന്നതായും അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യുന്നുണ്ട് എന്നും നോർക്ക CEO അജിത് കൊളശ്ശേരി അമൃത വാർത്തകളോട് പറഞ്ഞു. നഴ്സുമാർ ഉൾപ്പെടെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന മലയാളികൾ സുരക്ഷിതരാണ് എന്നും നോർക്ക CEO അറിയിച്ചു. എല്ലാവരും ഇതുവരെ കിട്ടിയ വിവരങ്ങളനുസരിച്ച് മലയാളികൾ എല്ലാവരും സുരക്ഷിതരാണ്. ചിലരുടെയൊക്കെ താമസിക്കുന്ന മേഖലകളിൽ ഡയറക്റ്റ് ഹിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാവരും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ടെൽ അവീവിലാണെങ്കിലും ടെഹ്റാനിലാണെങ്കിലും ഇന്ത്യൻ എംബസിയുടെ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്. ട്വിറ്ററിലൂടെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അപ്പം എംബസിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ആവശ്യമുള്ള നോർക്കയുടെ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഇപ്പോൾ ഉണ്ട്. അത് ആ നമ്പറിൽ ആവശ്യമുള്ള പക്ഷം അറിയിക്കുക. അവർ ആവശ്യമുള്ള സഹായങ്ങൾ എംബസിയുമായിട്ട് ചേർന്ന് കോർഡിനേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ നോർക്ക പരിശ്രമിക്കും. മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നേരിൽ കണ്ട അനുഭവം പങ്കുവച്ച് കാസർഗോഡ് പെരിയ സ്വദേശിയായ ക്യാപ്റ്റൻ പ്രവീൺ കുമാർ. കനത്ത ആക്രമണമാണ് നടക്കുന്നത്. എന്തും സംഭവിക്കാവുന്ന അവസ്ഥയാണ് ഇസ്രയേലിലുള്ളത്. രാത്രിയായാൽ പലയിടത്തും മിസൈൽ വീഴുന്ന ശബ്ദമാണ് കേൾക്കുന്നതെന്ന് പ്രവീൺ കുമാർ അമൃത വാർത്തകളോട് പറഞ്ഞു. ഇറാൻ അവരുടെ ഡ്രോൺസും ബാൾട്ടിക് മിസൈൽസുകളും അയക്കുന്നുണ്ട്. അത് ഇവരൊരു 80% ഇവർ പ്രതിരോധിക്കുന്നുണ്ട്. 80 എന്നല്ല, 80 മുതൽ 90% പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷെ സം ഓഫ് ദം യെസ് ഫോൾ ഡൗൺ ഇൻ ദ നിയർ ദ ഹൈഫ ഡിഫറെൻറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലായിട്ട് അവർ ഒരു 20% പതിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മരണസംഖ്യ കുറവാണ്. എന്തെന്ന് വെച്ചാൽ ഈച്ച് ആൻഡ് ബിഫോർ ഓൺലി ദേ ഗിവിങ് ദ വാർണിങ്സ്. ഈ വാർണിങ്സ് അവർ ഒരു മൊബൈലിൽ നമ്മളുടെ മൊബൈലിൽ ഇവിടുത്തെ ഒരു സിം ഉണ്ടെങ്കിൽ അവരുടെ മൊബൈലിൽ വാർണിങ്സ് വരും, അലേർട്ട് വരും. അതൊരു അലാമായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ സേഫായിട്ടുള്ള ഷെൽട്ടർ പ്ലേസിൽ പോയി ഒളിച്ചു നിൽക്കുക. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉള്ള എല്ലാ ഈച്ച് ഹോംസ് ആൻഡ് all the port have shelter place. അപ്പോൾ നിങ്ങൾ അവിടെ പോയി ഹൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സേഫ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ലൈഫ് സേഫ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ മരണസംഖ്യ കുറവാണ് കമ്പാരിറ്റീവ് അതർ പ്ലേസ്. ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുമ്പോൾ ടെൽ അവീവിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും ടെഹ്റാനിൽ ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ കഴിയില്ലെന്നും G7 നേതാക്കൾ വാദിച്ചതായി റിപ്പോർട്ട്. UK, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, US എന്നീ രാജ്യങ്ങളിലെ G7 നേതാക്കൾ യൂറോപ്യൻ യൂണിയനോടൊപ്പം നാളെ കാനഡയിൽ യോഗം ചേരുന്നതിനാൽ കരട് പ്രസ്താവനയ്ക്ക് പ്രാധാന്യം ലഭിക്കുന്നു.
സൈപ്രസിൽ നിന്ന് കാനഡയിലേക്കുള്ള യാത്രാമധ്യേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇസ്രായേൽ ഇറാൻ സംഘർഷം, ഇസ്രായേൽ ഹമാസ് യുദ്ധം, യുക്രൈൻ യുദ്ധം തുടങ്ങിയ വിഷയങ്ങൾ ഉച്ചകോടിയിൽ ചർച്ചയാകും. സൈപ്രസ് സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധത്തിലെ പുതിയ അധ്യായമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈപ്രസ് തനിക്ക് നൽകിയ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോസ് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. പുരസ്കാരം ഇന്ത്യയ്ക്കുള്ള ബഹുമതിയാണെന്നും മോദി അഭിപ്രായപ്പെട്ടു. തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിലെ സഹകരണത്തിന് പ്രധാനമന്ത്രി നന്ദിയും അറിയിച്ചു. യുദ്ധങ്ങൾ ഒഴിവാക്കേണ്ടതാണെന്നാണ് ഇന്ത്യയുടെ നിലപാടെന്നും സൈപ്രസും അതേ ആശയം മുൻപോട്ട് വയ്ക്കുന്നുവെന്നും മോദി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് മഴ ശക്തം. മഴക്കെടുതിയിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് തുടരും. അതിതീവ്ര മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ സംസ്ഥാന ജലസേചന വകുപ്പും കേന്ദ്ര ജല കമ്മീഷനും ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചു. 5 വടക്കൻ ജില്ലകളിലാണ് റെഡ് അലർട്ടെങ്കിലും സംസ്ഥാനത്തുടനീളം അതിതീവ്ര മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുന്നു. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം മഴ മുന്നറിയിപ്പുകൾ മാറി മാറി വരുന്നതിനാൽ മുഴുവൻ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശിയേക്കാം. നദികളിൽ അപകടകരമായ രീതിയിലാണ് ജലനിരപ്പ് ഉയരുന്നത്. അതിനാൽ നദീതീരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർക്ക് ജലസേചന വകുപ്പും കേന്ദ്ര ജല കമ്മീഷനും ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ തീരമേഖലകളിൽ കടലാക്രമണം രൂക്ഷമായ പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പലയിടത്തും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം കേരളത്തിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നതിനാൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വടക്കൻ കേരളത്തിൽ കനത്ത നാശം വിതച്ച് അതിശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട് ഉൾപ്പെടെ 5 ജില്ലകളിലും റെഡ് അലർട്ടാണ്. അതേസമയം കാസർഗോഡ് ഒഴുക്കിൽപ്പെട്ട 8 വയസ്സുകാരൻ മരിച്ചു. കണ്ണൂർ കൊട്ടിയൂരിൽ തീർത്ഥാടനത്തിനെത്തിയ 2 പേരെയും ഒഴുക്കിൽപ്പെട്ട് കാണാതായി. വിവിധ ജില്ലകളിലെ പുഴകളും കരകവിഞ്ഞൊഴുകുകയാണ്. വരും മണിക്കൂറുകളിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് മഞ്ചേശ്വരം നദിയിൽ റെഡ് അലർട്ടും പെരുമ്പള, ഉപ്പള നദികളിൽ ഓറഞ്ച് അലർട്ടും കവ്വായി, കരിയങ്കോട് നദികളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം കാസർഗോഡ് ഒഴുക്കിൽപ്പെട്ട് 8 വയസ്സുകാരൻ മരിച്ചു. ബന്ദിയോട് സ്വദേശി സാദത്തിന്റെ മകൻ സുൽത്താനാണ് മരിച്ചത്. കണ്ണൂർ കൊട്ടിയൂരിലും തീർത്ഥാടനത്തിനെത്തിയ 2 പേർ ഒഴുക്കിൽപ്പെട്ടു. കാഞ്ഞങ്ങാട് സ്വദേശി അഭിജിത്തിനെയും അത്തോളി സ്വദേശി നിശാന്തിനെയുമാണ് കാണാതായത്. ശക്തമായ മഴയിൽ തേജസ്വിനി പുഴ കരകവിഞ്ഞ് നീലേശ്വരം നഗരസഭയിലെ പൊടോത്തുരുത്തി, ചാത്തമത്ത് പ്രദേശങ്ങളിലെ 200ഓളം വീടുകൾ വെള്ളത്തിനടിയിലായി. 6 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. തേജസ്വിനി പുഴയിലും തിരുമേനിപ്പുഴയിലും ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിലും വെള്ളം കയറി. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചെറുകര സ്വദേശി ജെയ്സന്റെ വീടിന് മുകളിൽ തെങ്ങ് വീണ് 3 പേർക്ക് പരിക്കേറ്റു. ഇവരെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം കോഴിക്കോട് മിന്നൽ ചുഴലി ആഞ്ഞടിച്ചു. മടവൂർ, മുട്ടാഞ്ചേരി മേഖലകളിൽ മരങ്ങൾ കടപുഴകി വീണു. കോഴിക്കോട് ഉൾപ്പെടെ 5 ജില്ലകളിലും റെഡ് അലർട്ടാണ്. അതേസമയം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. ശക്തമായ മഴയെ തുടർന്ന് കോഴിക്കോട് കടപ്പുറത്ത് കടലേറ്റം രൂക്ഷം. കോഴിക്കോട് ബീച്ചിലെ മുഴുവൻ കടകളും ഒഴിപ്പിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കടകൾ തുറക്കരുത് എന്നാണ് നിർദ്ദേശം. അതേസമയം ബീച്ചിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കടലിന് സമീപത്തായി നിൽക്കുന്ന കടകളാണ് ശക്തമായ കടലേറ്റത്തെ തുടർന്ന് ഒഴിപ്പിച്ചത്. ഒരറിയിപ്പുണ്ടാകുന്നതുവരെ കടകൾ തുറക്കരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ബീച്ചിലേക്ക് വിനോദസഞ്ചാരികൾ കൂടുതൽ എത്താനുള്ള സാധ്യതയുള്ളതിനാലാണ് ഈ നിർദ്ദേശം നൽകിയത്. കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്കുൾപ്പെടെ വിലക്കേർപ്പെടുത്തിയത്. ആളുകൾ ബീച്ചിലേക്ക് എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ട്. ഇതേ തുടർന്ന് പോലീസും ലൈഫ് ഗാർഡും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. തീരദേശ മേഖലയിലുള്ളവരും ഇതോടെ ആശങ്കയിലാണ്. ഇവരോട് പ്രത്യേക ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം.
ചിലർ വീടുകളിൽ നിന്ന് ബന്ധുവീടുകളിലേക്കുൾപ്പെടെ മാറിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ചെല്ലാനം, കണ്ണമാലി തീരങ്ങളിൽ കടലേറ്റം അതിരൂക്ഷമായി. താൽക്കാലിക കടൽ ഭിത്തികൾ തകർത്ത് കടൽ വീടിന്റെ അകത്തളങ്ങളിലേക്ക് ഇരച്ചെത്തി. കടൽ കയറിയതോടെ പല വീടുകളും തകർച്ചയുടെ വക്കിലാണ്. ചെല്ലാനം, പുത്തൻതോട് മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമായി. ഇതോടെ പ്രതിഷേധവുമായി ജനങ്ങൾ രംഗത്തെത്തി. കണ്ണമാലിയിൽ ജനങ്ങൾ റോഡ് ഉപരോധിച്ചു. അവിടെ 50ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ജനകീയ വേദി ജൂൺ 30-ന് ചെല്ലാനം ഫോർട്ട് കൊച്ചി തീരദേശ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം കുമ്മനത്ത് കനത്ത കാറ്റിലും മഴയിലും വീടുകൾക്ക് നാശനഷ്ടം. മരം വീണ് 5 വീടുകൾ തകർന്നു. വീടിന് മുകളിൽ മരം വീണ് പരിക്കേറ്റ കിടപ്പ് രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുമരകത്തും മരം വീണ് നാശനഷ്ടവും ഗതാഗത തടസ്സവും നേരിട്ടു. കഴിഞ്ഞ ദിവസം നഗരത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റാണ് വീശിയത്. കോട്ടയത്ത് കാറ്റിന് മണിക്കൂറിൽ 61 കിലോമീറ്റർ വേഗവും കുമരകത്ത് 52 കിലോമീറ്ററുമാണ് രേഖപ്പെടുത്തിയത്. കാറ്റിൽ ഈ മേഖലകളിൽ പലയിടങ്ങളിലും മരങ്ങൾ കടപുഴുകി വീണ് നാശനഷ്ടമുണ്ടായി. കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിലെ കുമ്മനത്ത് കനത്ത കാറ്റിലും മഴയിലും മരം വീണ് 5 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. കുമ്മനം പെരുമ്പള്ളിയിൽ വേണുഗോപാലൻ നായരുടെ വീടിന് മുകളിൽ മരം വീണതിനെ തുടർന്ന് കിടപ്പ് രോഗിയായ ഭാര്യ കുമാരിക്ക് പരിക്കേറ്റു. ഇവരെ കോട്ടയത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുമ്മനം തട്ടാമ്പറമ്പിൽ മനോജ്, വടക്കേടത്ത് മാലിയിൽ നൌഷാദ്, കദളിപ്പറമ്പിൽ സലാഹുദ്ദീൻ, ദാറുൽ അസ്ഹയിൽ സെയ്ദ് മുഹമ്മദ് എന്നിവരുടെ വീടുകൾക്ക് മുകളിലും മരങ്ങൾ വീണു. സലാഹുദ്ദീന്റെ വീട് നിർമ്മാണം നടന്നുവരികയായിരുന്നു. കുമരകത്ത് റോഡിനു കുറുകെ മരം വീണ് ഗതാഗതം സ്തംഭിച്ചു. കുമരകം അട്ടിപ്പീടിക റോഡിൽ ബിവറേജസ് കോർപ്പറേഷന് സമീപത്താണ് മരം വീണത്. മരം മുറിച്ചു നീക്കിയ ശേഷമാണ് ഇതുവഴി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മഴയിലും കാറ്റിലും കുമരകത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ ചെറു റോഡുകളിൽ മരം വീണ് ഗതാഗതം സ്തംഭിച്ചിരുന്നു. അമൃത ന്യൂസ്, കോട്ടയം. തിരുവനന്തപുരം കണ്ണാന്തുറ പടിഞ്ഞാറേ തീരത്ത് കടലാക്രമണം രൂക്ഷം. 2 മണിക്കൂർ കൊണ്ട് കണ്ണാന്തുറ കടൽ തീരം പൂർണ്ണമായും കടലെടുത്തു. പല വീടുകളും തകർച്ചാ ഭീഷണിയിലാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട തീരദേശവാസികൾ ശംഖുമുഖം കണ്ണാന്തുറ റോഡ് ഉപരോധിച്ചു. ഇടുക്കി മൂലമറ്റത്ത് യുവാവ് മുങ്ങി മരിച്ചു. മൂലമറ്റം ത്രിവേണിയിലാണ് സംഭവം. മൂലമറ്റം സ്വദേശി അതുൽ ബൈജു ആണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന നിതീഷ് രാജേഷിനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചു. അതുലിനെ കരയ്ക്ക് കയറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദേശീയപാത നിർമ്മാണം നടക്കുന്ന കാസർഗോഡ് തെക്കിലിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ചെർക്കള ചട്ടഞ്ചാൽ പാതയിൽ ഗതാഗതം നിരോധിച്ചു. പാത നിർമ്മാണത്തിന്റെ ഭാഗമായി സോയിൽ നെയിലിംഗ് ചെയ്ത കുന്നിന്റെ വലിയൊരു ഭാഗം ഉച്ചയോടെ റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. സ്വകാര്യ ബസ് കടന്നു പോകുമ്പോഴായിരുന്നു സംഭവം. വൻ ദുരന്തം ഒഴിവായതായി നാട്ടുകാർ പറഞ്ഞു. ചെർക്കള വഴിയുള്ള വാഹനങ്ങൾ ചന്ദ്രഗിരി പാലം വഴി തിരിച്ചുവിട്ടു. തൃശൂർ വാടാനപ്പള്ളിയിൽ കടലേറ്റം രൂക്ഷം. വാടാനപ്പള്ളി, സൈനുദ്ദീൻ നഗർ, ഫസൽ നഗർ എന്നിവിടങ്ങളിലാണ് കടലേറ്റം അനുഭവപ്പെടുന്നത്. പ്രദേശത്തെ 4 വീടുകൾ കടലെടുത്തു. ഭീതിയിലാണ് പ്രദേശവാസികൾ. കടൽക്ഷോഭം രൂക്ഷമായ വാടാനപ്പള്ളിയിലെത്തിയാൽ കടലെടുത്ത വീടുകളുടെ അവശേഷിപ്പുകളാണ് കാണാൻ സാധിക്കുന്നത്. 4ഓളം വീടുകളാണ് കടലെടുത്തത്. കടപുഴകി വീണ തെങ്ങുകളും തകർന്ന റോഡും കടലാക്രമണത്തിന്റെ ഭീകരത വിളിച്ചോതുന്നു. കണ്ണടച്ചാൽ കല്ലുകളിൽ തിരയടിക്കുന്ന ഭീകര ശബ്ദമാണ് പ്രദേശവാസികളുടെ കാതിൽ. സമാധാനമായി ഉറങ്ങിയിട്ട് ദിവസങ്ങളായി എന്ന് പ്രദേശവാസികൾ പറയുന്നു. നമ്മൾക്ക് ഇവിടെ സുരക്ഷിതമാണ് വേണ്ടേ. നമ്മളിപ്പോൾ കൊല്ലങ്ങളായിട്ട് കടൽക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ട് വീടുകൾക്ക് വെള്ളം കയറുക, വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്, കുടിവെള്ളം ബുദ്ധിമുട്ട്, എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഇവിടെ നിലവിലുണ്ട്. ഇനിയിപ്പോൾ ഈ തുടർച്ചയായിട്ടുള്ള ഈ വർഷക്കാലം ഈ വന്നുകൊണ്ടിരിക്കുമ്പോൾ തുടർച്ചയായിട്ടുള്ള കടൽക്ഷോഭം കൊണ്ട് ഞങ്ങൾക്കിവിടെ വാസയോഗമല്ലാണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. കടൽക്ഷോഭം തീരദേശവാസികളെ ബാധിക്കാത്ത രീതിയിലാക്കാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. പുലിമുട്ടുകളും കൃത്യമായ കടൽ ഭിത്തികളും ഒരു പരിധിവരെ കടലേറ്റത്തെ തടയും. എന്നാൽ നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു കാര്യവുമില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ പുലിമുട്ട് നിർമ്മാണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാലങ്ങളായിട്ട് ഇവിടുത്തെ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിൻ്റെ അവസാനം വന്നിട്ട് പുലിമുട്ട് ഉണ്ട്. അതിൻ്റെ ഓളങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ വാടാനപ്പള്ളി പഞ്ചായത്തിനാണ്. ഇവിടെ മണലൂർ മണ്ഡലത്തിൽ ഏക തീരദേശ പഞ്ചായത്തും പറയുന്നത് വാടാനപ്പള്ളി പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിന് ഇതുവരെക്കും സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ എന്ത് ചെയ്തിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല.
പക്ഷേങ്കിൽ അധികാരികളുടെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ പ്രാവശ്യവും കടലിൽ കയറുമ്പോഴും എല്ലാത്ത സാഹചര്യങ്ങളിലും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ വേലിയേറ്റത്തിൽ 2 വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പൂർണ്ണമായിട്ട് തകർന്ന് കിടക്കുന്നത്. മാത്രമല്ല ചെറിയൊരു വേലിയേറ്റം, അതായത് നമ്മുടെ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതിന് മുന്നേ ഇവിടെ കടലിൽ കയറിയിട്ടുണ്ടാവും. കളക്ടർക്കും MLAക്കും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനും അടക്കം നിരവധി പേർക്ക് പരാതി നൽകി. കളക്ടറുടെ നേതൃത്വത്തിൽ സംഘം പ്രദേശം സന്ദർശിച്ച കാര്യങ്ങൾ വിലയിരുത്തിയതുമാണ്. എന്നാൽ എല്ലാം ശരിയാക്കാമെന്ന വാക്കുമാത്രമാണ് ബാക്കിയായത്. വർഷങ്ങളായുള്ള ഭീതി പൂണ്ട ജീവിതം തീരദേശവാസികളെ ദുരിതത്തിലാഴ്ത്തുകയാണ്. വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം രൂക്ഷമായി വന്നപ്പോൾ ഞാനിവിടെ ഒരു മാസ് പെറ്റീഷൻ തയ്യാറാക്കി കളക്ടർക്ക് കൊടുക്കുകയും അപ്പോൾ കളക്ടർ ഹൈക്കോടതിയെ അത് ബോധിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുടിവെള്ളം പഞ്ചായത്ത് എപ്പോൾ വേണമെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും നമ്മൾക്ക് ഒരു റോഡില്ല, പണ്ടേ കടലെടുത്ത് പോയതുകൊണ്ട് വഴിയും ഒന്നുമില്ലാത്തത് ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം വണ്ടി വരാനുള്ളൊരു സൗകര്യം ഇല്ല. 3 വർഷമായി പ്രദേശത്ത് കടലേറ്റമുണ്ട്. മുൻപുണ്ടായിരുന്ന പല സ്ഥലങ്ങളും ഇന്ന് കടലിനടിയിലാണ്. ഇനിയും എത്ര കാലം ഇങ്ങനെ പേടിച്ചു ജീവിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ചോദ്യം. കടലാക്രമണം കുറയ്ക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നതാണ് തീരദേശവാസികളുടെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ. ആറന്മുളയിൽ ഇലക്ട്രോണിക്സ് വ്യവസായ പദ്ധതിക്ക് KGS ഗ്രൂപ്പിന്റെ നീക്കം. ശക്തമായ എതിർപ്പുമായി കൃഷിമന്ത്രി P. പ്രസാദ് രംഗത്ത്. നെൽവയൽ നികത്തി വ്യവസായ പദ്ധതിക്ക് കൂട്ടുനിൽക്കില്ല എന്നും എതിർപ്പ് വ്യവസായ വകുപ്പിനെ അറിയിക്കുമെന്നും കൃഷിമന്ത്രി വ്യക്തമാക്കി. പാടം നികത്തി പദ്ധതി വേണ്ട എന്ന് CPM ജില്ലാ സെക്രട്ടറിയും നിലപാട് അറിയിച്ചു. ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരിക്കൽ വിമാനത്താവള പദ്ധതി ഉപേക്ഷിക്കപ്പെട്ട സ്ഥലത്താണ് പുതിയ വ്യവസായ പദ്ധതിക്ക് നീക്കം നടത്തുന്നത്. വിമാനത്താവളം പദ്ധതി ഉപേക്ഷിച്ച KGS ഗ്രൂപ്പിന്റെ 344 ഏക്കർ ഭൂമിയിൽ ഇലക്ട്രോണിക്സ് ക്ലസ്റ്റർ പദ്ധതിക്ക് കഴിഞ്ഞ ജൂണിൽ അപേക്ഷ നൽകിയിരുന്നു. 90% നിലമുള്ള പ്രദേശത്താണ് പദ്ധതിക്ക് അനുമതി തേടിയത്. ഇതിനായി ഭൂപരിഷ്കരണ ചട്ടങ്ങളിൽ ഉൾപ്പെടെ ഇളവ് തേടിയാണ് ജില്ലാ കളക്ടർ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും കൃഷി വകുപ്പിനും കത്ത് നൽകിയത്. എന്നാൽ പാടം നികത്തി വ്യവസായ പദ്ധതി സാധ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ശക്തമായ വിയോജിപ്പുമായി കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് രംഗത്ത് വന്നു. നെൽപ്പാടങ്ങൾ സംരക്ഷിക്കുകയാണ് തന്റെ മുൻഗണന. തന്റെ മുന്നിൽ വന്ന ഫയലിൽ കുറിപ്പ് എഴുതിയിട്ടുണ്ടെന്നും കൃഷി വകുപ്പിന്റെ നിലപാട് വ്യവസായ വകുപ്പിനെ അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിനിടെ പാടം നികത്താൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി CPM പത്തനംതിട്ട ജില്ലാ നേതൃത്വവും രംഗത്ത് വന്നു. നെൽവയൽ നീർത്തട നിയമത്തിന്റെ പരിധിയിൽ വരുന്ന സ്ഥലത്ത് ഒരു പദ്ധതിയും അനുവദിക്കില്ലെന്ന് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം അറിയിച്ചു. ഒരു പുതിയ വ്യവസായം ആരംഭിക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ ഒരു കാരണവശാലും കഴിയില്ല. നിലവിലുള്ള പാടശേഖരം, ആ പാടശേഖരം പരിവർത്തനം ചെയ്യാൻ പാടില്ല എന്നതായിരുന്നു അന്ന് CPM ഉൾപ്പെടെ എടുത്ത നിലപാട്. ആ നിലപാടിൽ തന്നെയാണ് ഞങ്ങളിപ്പോഴും നിൽക്കുന്നത്. TOFL എന്ന പേരിൽ പുതിയ കമ്പനി രൂപീകരിച്ചാണ് KGS മുന്നോട്ട് പോകുന്നത്. ഉടമസ്ഥാവകാശം TOFL കമ്പനിക്ക് നൽകി ഇലക്ട്രോണിക് സിറ്റി രൂപീകരിക്കാനാണ് നീക്കം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിലമ്പൂരിൽ പരസ്യപ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം. കലാശക്കൊട്ടിനൊരുങ്ങിയിരിക്കുകയാണ് നിലമ്പൂർ. ആവേശം സംഘർഷമാകാതിരിക്കാൻ പോലീസ് കർശന സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ആവേശകരമായ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊട്ടിക്കലാശത്തിന് ഒരുങ്ങുകയാണ് നിലമ്പൂരിൽ മുന്നണികൾ. കൊട്ടിക്കലാശത്തിന്റെ ആവേശം സംഘർഷത്തിലേക്ക് നീങ്ങാതിരിക്കാൻ കർശന നിയന്ത്രണങ്ങളും സുരക്ഷയുമാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. കൊട്ടിക്കലാശത്തിനായി എല്ലാ മുന്നണികൾക്കും പ്രത്യേക സ്ഥലങ്ങൾ പോലീസ് നൽകിയിട്ടുണ്ട്. നിലമ്പൂർ ജംഗ്ഷനിൽ മിൽമ ബൂത്ത് മുതൽ ഹോസ്പിറ്റൽ റോഡ് ജംഗ്ഷൻ വരെ UDFനും, ഹോസ്പിറ്റൽ റോഡ് ജംഗ്ഷൻ മുതൽ സഫ ഗോൾഡ് ജ്വല്ലറി വരെ NDAക്കും, മഹാറാണി ജംഗ്ഷൻ മുതൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പടി വരെ LDFനും കൊട്ടിക്കലാശം നടത്താം. PV അൻവറിനും മറ്റുള്ളവർക്കും ചന്തക്കുന്നിലാണ് കൊട്ടിക്കലാശത്തിന് അനുമതി. കൂടാതെ എടക്കരയിലും മുന്നണികൾക്കായി വിവിധ സ്ഥലങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. സുരക്ഷയ്ക്കായി 7 DYSPമാരുടെ നേതൃത്വത്തിലാണ് പോലീസിനെ വിന്യസിച്ചിട്ടുള്ളത്. ജില്ലാ പോലീസിനെ കൂടാതെ കേന്ദ്ര പോലീസിനെയും MSP ബറ്റാലിയൻ ഉൾപ്പെടെ 773 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് കൊട്ടിക്കലാശത്തിന് സുരക്ഷയൊരുക്കാൻ മാത്രമായി നിയോഗിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരുടെ സേവനവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഉച്ച മുതൽ കൊട്ടിക്കലാശം കഴിയുന്നതുവരെ നിലമ്പൂരിൽ ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും. അമൃത ന്യൂസ്, മലപ്പുറം.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോഴും ജമാഅത്തെ ഇസ്ലാമി സഹകരണത്തെ ചൊല്ലി ഇടതു വലതു മുന്നണി പോര രൂക്ഷമാകുകയാണ്. ഒരു വർഗീയ ശക്തിയുടെയും വോട്ട് വേണ്ട എന്നും ജമാഅത്തെ ഇസ്ലാമി സഹകരണത്തിൽ നിലപാട് പറയാതെ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഒളിച്ചു കളിക്കുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് തള്ളിയ രമേശ് ചെന്നിത്തല ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ താനില്ല എന്ന് വ്യക്തമാക്കി. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം തെരഞ്ഞെടുപ്പിൽ വീണ്ടും ചർച്ചയാക്കുന്നുണ്ട്. വികസനവും വിവാദവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അതിശക്തമായ പ്രചാരണ വിഷയമാണ്. ജമാഅത്തെ ഇസ്ലാമി സഹകരണ കുരുക്കിൽ നിന്ന് ഇതുവരെ കോൺഗ്രസിന് പുറത്തു കടക്കാൻ കഴിഞ്ഞിട്ടില്ല. വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ടെന്ന CPM നിലപാടെടുക്കുമ്പോഴും ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ ദേശീയ നേതൃത്വം പ്രതികരിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടിച്ചേരുന്ന അസോസിയേറ്റ് അംഗത്വം കൊടുക്കുന്ന ഈ കേരളത്തിലെ UDF, അതിൻ്റെ കോൺഗ്രസ് ലീഗ്, ഇവരുടെ നിലപാട് എന്താണ്, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് എന്ന് പറയാൻ സോണിയാഗാന്ധിയോട് ഇവിടെ പ്രിയങ്ക ഗാന്ധിയോട് നമ്മൾ ഇവിടുന്ന് പറഞ്ഞു, പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നില്ല. അതേസമയം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ ഊന്നിയാണ് UDFന്റെ പ്രചാരണം. ജമാഅത്തെ ഇസ്ലാമി സഹകരണത്തിൽ പ്രതികരണത്തിന് KC വേണുഗോപാലും നിന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരേ നിലപാടേ ഉള്ളൂ. അതൊക്കെ ഈ അസ്വസ്ഥത കൊണ്ടുണ്ടാവുന്നതാണ്. ഗോവിന്ദമാഷക്കൊക്കെ ഓരോ ദിവസവും എന്താണ് പറയുന്നതിൽ വ്യക്തമായ ഒരു ചിത്രം കിട്ടാത്തതുകൊണ്ട് പറയുന്നതായിരിക്കും. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി നിലപാട് മാറ്റിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഏറ്റെടുത്തിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ താനില്ലെന്ന രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊന്നും ഞാനില്ല. ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകാമെന്ന് പറഞ്ഞു. ആര് പിന്തുണ നൽകിയാൽ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കും, അത് മാത്രമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ അവരുടെ ഭൂതകാലമോ ഭാവിയോ വർത്തമാനമോ പരിശോധിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്ക്. പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിവാദങ്ങൾ വികസനത്തോടൊപ്പം ചർച്ചയാകുന്നുണ്ട് മണ്ഡലത്തിൽ. ഇനിയുള്ള അടിയൊഴുക്കുകൾ എന്താകും എന്നുള്ളതായിരിക്കും നിലമ്പൂരിന്റെ ഭാവിയിൽ നിർണായകമാവുക. അമൃത ന്യൂസ്, നിലമ്പൂർ. ഇടതു വലതു മുന്നണികളുടെ PDP ജമാഅത്തെ ഇസ്ലാമി സഹകരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പ്രചരണായുധമാക്കി NDA. നിലമ്പൂരിൽ NDA സംഘടിപ്പിച്ച ദേശരക്ഷാ സദസ്സിൽ ഇരു മുന്നണികൾക്കുമെതിരെ രൂക്ഷ വിമർശനമുയർന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി UDFനെ പിന്തുണച്ചത് ഇടതുപക്ഷം പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ഉയർത്തിയായിരുന്നു UDFന്റെ തിരിച്ചടി. എന്നാൽ NDA ആകട്ടെ UDFന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധവും LDFന്റെ PDP ബന്ധവും ഉയർത്തിക്കാട്ടിയാണ് ഇരു മുന്നണികളെയും ആക്രമിക്കുന്നത്. നിലമ്പൂരിൽ സംഘടിപ്പിച്ച ദേശരക്ഷാ സദസ്സ് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വോട്ടിനു വേണ്ടി ഇരു മുന്നണികളും അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കുകയാണെന്ന് V മുരളീധരൻ പറഞ്ഞു. കോൺഗ്രസിന്റെ ദേശീയ നയത്തിന് അനുസൃതമാണോ ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കേരള ഘടകം എടുത്തിട്ടുള്ള നിലപാട്? ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചത് ഞങ്ങളുടെ പ്രധാനമന്ത്രിമാര്, ഞങ്ങളുടെ മുൻ നേതാക്കന്മാര് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചത് തെറ്റായിട്ടുള്ള നടപടിയായിരുന്നു എന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് പ്രഖ്യാപിക്കാൻ തയ്യാറുണ്ടോ? പരിപാടിയിൽ പങ്കെടുത്ത മേജർ രവിയും ഇരു മുന്നണികൾക്കുമെതിരെ ആഞ്ഞടിച്ചു. ഹമാസ് ചെയ്തതും 22-ാം തീയതി പേൽഗാമിൽ ചെയ്ത് പാകിസ്ഥാൻ ചെയ്തതും ഒരേ സംഭവം തന്നെയാണ്. പാലസ്തീൻകാർ ഇവിടെ വന്നുകൊണ്ട് ഇസ്രായേലിൽ വന്ന് ആക്രമണം നടത്തിയത്. അത് കഴിഞ്ഞ് അടി വാങ്ങിച്ചുകൊണ്ടിരുന്നു. അമേരിക്ക പറഞ്ഞിട്ട് പോലും അവർ നടത്തിയിട്ടില്ല. ഇത്രയുള്ള മക്കളെ രാഷ്ട്രം, പക്ഷെ അത് ഭരിക്കുന്നവൻ ആരാണെന്നുള്ളത് അവിടെയാണ് ആ ചങ്കൂറ്റം. അപ്പം അതുകൊണ്ട് ഇന്നിവിടെ ഭരിക്കുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന ശക്തനായിട്ടുള്ള പ്രധാനമന്ത്രി. കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ്, MT രമേശ് തുടങ്ങി NDAയുടെ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, മലപ്പുറം. ജമാഅത്തെ ഇസ്ലാമി പിരിച്ചുവിടണമെന്ന് കാന്തപുരം സുന്നി വിഭാഗം. സുന്നി AP വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള വിദ്യാർത്ഥി സംഘടനയായ SSFന്റെ മുഖപത്രമായ റിസായിലാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷ വിമർശനമുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ അസ്തിത്വം നഷ്ടപ്പെട്ടതിനാൽ പിരിച്ചുവിടണമെന്നാണ് കാന്തപുരം വിഭാഗത്തിന്റെ വിമർശനം. സംഘടന പിരിച്ചുവിട്ട് മുസ്ലിം പൊതുധാരയിൽ ലയിക്കണം. കാന്തപുരം വിഭാഗത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ SSFന്റെ മുഖപത്രമായ റിസാലയുടെ പുതിയ ലക്കത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷ വിമർശനമുള്ളത്. പ്രഖ്യാപിത നിലപാടിൽ നിന്ന് സംഘടന പിന്നോട്ടു പോയി. ഹക്കീമിയത്ത് വിവാദത്തിൽ നിന്ന് പിന്മാറിയോ എന്ന് ജമാഅത്തെ ഇസ്ലാമി വ്യക്തമാക്കണമെന്നും മുഖപ്രസംഗം ചോദിക്കുന്നു. ദൈവരാജ്യത്ത് ദൈവഭരണം മാത്രമെന്നാണ് ജമാഅത്ത് നിലപാട്. എന്നാൽ മൗദൂദി ആശയങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാതെ പാരമ്പര്യവാദങ്ങളെ ജമാഅത്ത് ഇസ്ലാമി കൈയൊഴിഞ്ഞെന്നും റിസാലയിലെ മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണയ്ക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ തീരുമാനിച്ചതിന് പിന്നാലെയാണ് കാന്തപുരം വിഭാഗത്തിൻ്റെ വിമർശനം. UDF ജമാഅത്തെ ഇസ്ലാമി ബാന്ധവത്തിനെതിരെ CPMഉം കത്തോലിക്ക കോൺഗ്രസും രംഗത്തു വന്നിരുന്നു. മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിനും ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ടെന്നാണ് വിവരം. അമൃത ന്യൂസ്, കോഴിക്കോട്. RSS മാതൃകയിൽ സംഘടന ഉണ്ടാക്കിക്കൊണ്ടല്ല ന്യൂനപക്ഷങ്ങൾ ഫാസിസത്തിനെതിരെ പോരാടേണ്ടതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. മതരാഷ്ട്രവാദികളുമായി UDF ഏർപ്പെട്ടിട്ടുള്ള കൂട്ടുകെട്ട് ആത്മഹത്യാപരമാണ്. ഈ കൂട്ടുകെട്ട് UDFനെ ശിഥിലീകരണത്തിലേക്ക് നയിക്കുമെന്നും MA ബേബി നിലമ്പൂരിൽ പറഞ്ഞു. RSS മാതൃകയിൽ ന്യൂനപക്ഷത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ സംഘടനയുടെ ആളാണ്. അപ്പൊ ഈ രാഷ്ട്രീയ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുമ്പിലുള്ള വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. കുടിയും കുടിശ്ശികയുമാണ് സംസ്ഥാന സർക്കാരിന്റെ മുഖമുദ്ര എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അതിനെ തിരുത്താനുള്ള അവസരമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്നും തങ്ങൾ പറഞ്ഞു. ആര്യാടൻ ഷൗക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ ഗവൺമെന്റ് ഒറ്റ ഓട്ടത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. കുടിശ്ശികയുടെ ഗവൺമെന്റാണ്. ഏത് മേഖലയിൽ കുടിശ്ശികയാണ്. പക്ഷേ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല, കുടിശ്ശികയാണ്. ആശുപത്രികളിൽ മരുന്ന് കൊടുക്കുന്നില്ല, കുടിശ്ശികയാണ്. 3 കോടി രൂപ ചെലവഴിച്ച് ഒരു സാമൂഹ്യ വിരുദ്ധ കേന്ദ്രം. കൊല്ലം നഗരത്തിലാണ് സർക്കാർ ഫണ്ടിൽ ഇങ്ങനെയൊരിടം സാമൂഹ്യ വിരുദ്ധർക്കായി ഒരുക്കി നൽകിയിരിക്കുന്നത്. മലയാളത്തിന്റെ മഹാകവിയുടെ പേരിൽ ആരംഭിച്ച പദ്ധതിയാണ് നടപ്പിലാക്കേണ്ടവരുടെ പിടിപ്പുകേട് മൂലം ഇത്തരത്തിൽ നശിക്കുന്നത്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ലിങ്ക് റോഡിന് വശത്താണ് മഹാകവി കുമാരനാശാന്റെ പേരിൽ ഓപ്പൺ എയർ ഓഡിറ്റോറിയവും പുനർജനി പാർക്കും നിർമ്മിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് വർഷം 5 കഴിയുമ്പോൾ ഇന്നിവിടം നാട്ടുകാരുടെ സ്വൈര്യജീവിതത്തിനും സഞ്ചാരത്തിനും തടസ്സമാകുന്ന സാമൂഹ്യവിരുദ്ധ കേന്ദ്രമായി മാറിയിരിക്കുന്നു. അതെങ്ങനെയെന്ന് ഈ ദൃശ്യങ്ങൾ പറയും. മീറ്റർ മാത്രം ദൂരപരിധിയുള്ള ബീവറേജസ് കോർപ്പറേഷനിൽ നിന്നും മദ്യം വാങ്ങിയാൽ അതെവിടെ കൊണ്ടു ചെന്ന് കഴിക്കുമെന്ന ആശങ്ക ഒട്ടും വേണ്ട. അതിനായി നല്ല ഓപ്പൺ ആയിട്ട് ഒരിടമാണ് ഇവിടെയുള്ളത്. രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് ഇതുവഴി പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. 8 മണി 10 മണി കഴിഞ്ഞാൽ സ്ത്രീകൾ ഒറ്റയ്ക്ക് വരികയോ അതല്ലെങ്കിൽ കൂട്ടമായി വന്നാലും ശല്യപ്പെടുത്താൻ സാമൂഹ്യ വിരുദ്ധന്മാർ കാണപ്പെടുന്നുണ്ട്. മഹാകവി കുമാരനാശാന്റെ അവസാന ബോട്ട് യാത്രയുടെ ഓർമ്മകൾ പേറുന്ന അഷ്ടമുടിക്കായലിന്റെ തീരത്ത് ഉചിതമായ സ്മാരകം വേണം എന്ന ആശയത്തിൽ നിന്നായിരുന്നു പദ്ധതിയുടെ തുടക്കം. എന്നാൽ മുൻപ് പല ഫണ്ടുകളും ഇവിടെ തന്നെ ചിലവഴിച്ച് തീർത്തിട്ടായിരുന്നു വെള്ളത്തിലെ വര പോലെ പുതിയ സാംസ്കാരിക തട്ടിപ്പ്. ഓഡിറ്റോറിയത്തിന്റെയും നടപ്പാതയുടെയും മറ്റു മോടിപിടിപ്പിക്കലുകളുടെയും ഇനത്തിൽ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ 3 കോടി ചെലവഴിക്കാനാണ് തീരുമാനം. എന്നാൽ ഇത് എത്ര ചെലവഴിച്ചെന്നോ എവിടെ ചിലവഴിച്ചെന്നോ ഒരു കണക്കുമില്ല. ഇവിടെ മാലിന്യ നിക്ഷേപം പെരുകുന്നതായുള്ള പരാതികളെ തുടർന്ന് മുകേഷ് MLAയുടെ ശ്രമഫലമായാണ് ടൂറിസം വകുപ്പ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. ഇറിഗേഷൻ വകുപ്പിനാണ് നിർമ്മാണ ചുമതല. കവികളുടെയും എഴുത്തുകാരുടെയും കൂട്ടായ്മ, കുമാരനാശാന്റെ പ്രതിമ, അങ്ങനെ സ്വപ്നം കണ്ടതും പൊതുജനത്തെ സ്വപ്നം കാണിച്ചതും ഇപ്പോൾ ഇങ്ങനെയായിരിക്കുന്നു. ലക്ഷങ്ങൾ മുടക്കിയ ഒരു സാംസ്കാരിക കേന്ദ്രം ഇന്നിത് ഒരു ശ്മശാന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇത് നിർമ്മിച്ചത് എന്തിനു വേണ്ടിയെന്ന ഇത് നിർമ്മിച്ചവർക്ക് പോലും അറിയില്ല. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. നിർമ്മാണം മന്ദഗതിയിലായത് കാരണം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കൊല്ലത്തെ കുമാരനാശാൻ സ്മാരക പുനർജനി പാർക്കും ഓപ്പൺ എയർ ഓഡിറ്റോറിയവും. നഗരമധ്യത്തിൽ തുടങ്ങിയ പദ്ധതി എവിടെയും എത്താത്തതിൽ പ്രതിഷേധമുയരുകയാണ്. ഈ റോഡിൻ്റെ മൊത്തം മെറ്റീരിയൽ കൊണ്ടുവന്ന് ഇവിടെ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടുകൂടി ആ പണിഞ്ഞ ലക്ഷക്കണക്കിന് രൂപ അനാഥമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുണ്ടായത്. ഇപ്പോൾ ഏതാണ്ട് 1.5 കോടി രൂപ ചിലവാക്കിയാണ് നമ്മുടെ കുമാരനാശാൻ ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഇങ്ങനെ ആക്കി വെച്ചത്. ഈ 1.5 കോടി രൂപയോളം ചിലവാക്കിയത് ഏതാണ്ട് 50 ലക്ഷം രൂപയോളം വെറുതെ ആവുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ചുറ്റുപാട് ഈ റോഡിൻ്റെ പണിയായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ മണ്ണുകളും മെറ്റീരിയലുകളും മുഴുവൻ കൊണ്ടുവന്ന് ഇത് തള്ളുകയും ഇതിനകത്ത് തറയിൽ സ്ഥാപിച്ചിരുന്ന മുഴുവൻ ഇൻ്റർലോക്കുകൾ മുഴുവൻ നശിച്ചു പോകുന്നൊരു സാഹചര്യമാണ്. തികച്ചും പറഞ്ഞാൽ ഒരു ദീർഘവീക്ഷണമില്ലാത്ത ഒരു പദ്ധതിയായിട്ട് മാത്രമാണ് ഇതിനെ കാണാൻ കഴിയുക. ഒരുപാട് ടെക്നിക്കൽ പരമായ കാര്യങ്ങളൊന്നും പഠിക്കാതെയാണ് ഈ കുമാരനാശാൻ സ്മാരകം ഇവിടെ നടത്തിയത്. ഇതിപ്പം ഇവിടുത്തെ ആ കുമാരനാശാനോട് ചെയ്യുന്ന ഒരു കൊടും ചതി
അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഇങ്ങനെ ഇത് ഒരു പരിപാടി പോലും ഇവിടെ നടത്താൻ കഴിഞ്ഞില്ല. സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, ഈ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പലതും ഇത്തരത്തിൽ പാതി വഴിയിൽ നിലച്ചത് കണ്ടുമടുത്തവരാണ് പൊതുജനം. ഈ കൊട്ടിഘോഷിച്ച് തുടങ്ങുന്ന പലതിൻ്റെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ? മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ മഹാകവി കുമാരനാശാൻ എഴുതിയ ഒരു ഖണ്ഡകാവ്യമാണ് ദുരവസ്ഥ. ഇന്ന് ഇതിൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ നമുക്ക് ദുരവസ്ഥ എന്നേ ഇതിനെയും പറയാൻ കഴിയുന്നുള്ളൂ. കാരണം വർഷങ്ങളായി ഇത് നിർമ്മാണം പൂർത്തീകരിക്കാതെ ഈ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. ഇത് എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി എന്ന് പൊതുജനത്തിന് അറിയില്ല. കാരണം ഈ ഒരു അവസ്ഥയിൽ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ ഇതിനെ നേരിടാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇതുമൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിരവധിയാണ്. കാര്യം ഈ ഒരു പ്രദേശം സാമൂഹ്യ വിരുദ്ധർ അവരുടെ ഒരു ഇടത്താവളമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. നിരവധി കേന്ദ്രങ്ങൾ ഈ പ്രദേശത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. പ്രധാനമായും ദേശീയ നിലവാരത്തിലുള്ള ഒരു ഹോക്കി സ്റ്റേഡിയം ഉണ്ട്. അഷ്ടമുടി കായലിൻ്റെ തീരത്തായതുകൊണ്ട് തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം ഒരു KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇതൊക്കെ ഇത്തരത്തിൽ തിരക്കുള്ള ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധർക്ക് സ്വൈര്യസലാപം നടത്താവുന്ന ഒരു ഇടമായി ഈ ഒരു പ്രദേശം മാറിയിരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇത് പൂർത്തീകരിച്ചിരുന്നെങ്കിൽ ഇത് കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം, കൊല്ലം ജില്ലയുടെ സാംസ്കാരിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറെ മുതൽക്കൂട്ടാവുമായിരുന്ന ഒന്നായിരുന്നു. പക്ഷേ ഇത് നിർമ്മാണം തുടങ്ങി, എവിടെ തുടങ്ങിയോ അവിടെ തന്നെ അത് അവസാനിപ്പിച്ച് ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പൊതുജനം ചോദിക്കുന്നത് ഇത് എന്തിനു വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. കാരണം ഒരുപാട് ആവശ്യങ്ങൾ അവർക്ക് മറ്റ് പൂർത്തീകരിക്കേണ്ടതുണ്ട്. കാരണം തകർന്ന റോഡുകളുണ്ട്. അത്തരത്തിൽ പല ആവശ്യങ്ങളും ജില്ലയുടേതായുണ്ട്. ആ ആവശ്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിൽ ഇത് തുടങ്ങിയിട്ട് അത് പൂർത്തീകരിക്കാതെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. പുനർജനി പാർക്ക് നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് തന്നെയാണ് നാട്ടുകാർക്ക് ആവശ്യപ്പെടാനുള്ളത്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു സുധീഷ് കുമാർ.